ഇടവ വികാരി ഇപ്പം ഈ നീണ്ടു നോക്കുമെന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണൂരുള്ള ഈ സംഭവം. ഇത് നീണ്ടൂർ എന്ന് പറയുന്നതാണ് കോട്ടയം ജില്ലയിൽ പെടുന്നത്. അവിടുത്തെ വികാരി പള്ളിയിൽ അലോൺസ് ചെയ്ത് 10 ലക്ഷം രൂപ സഹായിച്ച് വൈദികൻ തന്നെ മുമ്പോട്ടിറങ്ങി സഹായിച്ചു. അപ്പം ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവരെ സംരക്ഷിക്കുവാൻ വേണ്ടി, സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്ത് ഹീനമായ പ്രവർത്തനം സഭയിൽപ്പെട്ടവർ. ഫാദർ പോൾ തേലക്കാട്ട്, അങ്ങേക്കാണ് സ്വാഭാവികമായും ഈ ചർച്ചയിൽ സഭയുമായി ബന്ധപ്പെട്ട എതിർ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത്. അത് അങ്ങയുടെ പ്രവർത്തന പാരമ്പര്യത്തെ ഒരിക്കൽ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താതെ ചോദിക്കുകയുമാണ് അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ ഫാദർ പോൾ തേലക്കാട്ട്. അതുകൊണ്ട് അങ്ങ് ഈ ചോദ്യങ്ങളൊന്നും വ്യക്തിപരമായി എടുക്കേണ്ട. അങ്ങയുടെ വിശുദ്ധിക്കത് കളങ്കവുമാകില്ല. ഫാദർ പോൾ തേലക്കാട്ട്, എത്ര പേർക്കെതിരെ നിങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്? സിസ്റ്റർ ജസ്മി ചോദിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ ആരുടെ സംരക്ഷകരായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. ജോമോൻ പറയുകയാണ് നിങ്ങൾ ഇപ്പോഴും പൂത്തൃക്കയിലിനെയും ഈ കോട്ടൂരിനെയും സംരക്ഷിക്കുക തന്നെയാണ് എന്ന്. ശ്രീ വേണു, ഒരു കാര്യം എനിക്ക് വ്യക്തമായി വേണുവിനോടും എല്ലാവരോടും പറയാനുണ്ട്. ഒരു കാരണവശാലും അഭയ കേസും ഇപ്പോൾ ഇവിടെ നടന്ന കേസും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാക്കി പറയുന്നതിൽ ഞാൻ യുക്തി കാണുന്നില്ല. അത് ശരിയുമല്ല. അഭയ കേസിൽ ആരെയും ഇന്നുവരെ ശിക്ഷിച്ചിട്ടില്ല എന്ന് നിങ്ങളറിയണം. ഒരു ശിക്ഷ ആർക്കും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ തീരുമാനം എടുക്കാനുള്ള അടിസ്ഥാനം എന്താണ്? ഇവർ കൊന്നു എന്നും ഇവർ തെറ്റ് ചെയ്തു എന്നും പറയാനുള്ള അടിസ്ഥാനം എന്താണ്? പല കോടതികളിലൊക്കെ ഉണ്ടായല്ലോ. ഇന്നും ഒരു ചാർജ് ഷീറ്റിലുണ്ടായി അവരെ ശിക്ഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ കേസിൽ ആരോപണം മാത്രം ഉണ്ടായതുകൊണ്ട് ഇവർ കുറ്റക്കാരാണെന്ന വിധത്തിൽ സംസാരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതേസമയം 2 കേസ് ഒരുപോലെയായിട്ട് വ്യാഖ്യാനിക്കരുത്. നിങ്ങളൊരു ദീർഘമായ ഒരാളുടെ അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ വിവാദം എപ്പോഴും ഉണ്ട്. അത് കോടതിയിലുമുണ്ട്. അതിൽ നിശ്ചയം വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു കേസിനെ കുറിച്ച് ഒരാൾക്ക് ഉറപ്പുണ്ടാകാം, ആയിക്കോട്ടെ. പക്ഷേ അത് ഒരു നിർണയം കഴിയാത്തൊരു കാര്യത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്ത് വീണ്ടും അതിൽ സഭയെ പ്രതിക്കൂട്ടി നടക്കുന്നതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം എടുക്കേണ്ടത് ഇതൊരു ലൈംഗികതയുടെ പരാജയം മാത്രമല്ല, അതിനകത്ത് കുറ്റകൃത്യവുമുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 933 അച്ഛന്മാർ 9033 അച്ഛന്മാർ കേരളത്തിൽ കത്തോലിക്ക സഭയിലുണ്ട്. അങ്ങനെയുള്ളതിൽ 1, 2, 3 പേരിൽ ഒരു വീഴ്ചയുണ്ടായാൽ ആ വീഴ്ച ഞാൻ ഏറ്റുപറയാൻ തയ്യാറാണ്. ഫാദർ പോൾ തേലക്കാട്ട് അതല്ല പ്രശ്നം. ഫാദർ പോൾ തേലക്കാട്ട് അതല്ല പ്രശ്നം. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പുറത്തു പറയാൻ ഭയം മാത്രമാണ്. ആ ഭയത്തിൻ്റെ കവചമിട്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ മുഴുവൻ അവിടെ നടമാടുന്നത്. സിസ്റ്റർ ജസ്മിക്ക് വിരോധമൊന്നുമില്ലല്ലോ. സിസ്റ്റർ ജസ്മി ഈ കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. ഇപ്പോഴും അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷവും നീതിബോധത്തോടെ പ്രവർത്തിക്കുന്ന വൈദികന്മാർ ഇപ്പോഴും വേദനയോടുകൂടി സിസ്റ്റർ ജസ്മി അടക്കമുള്ളവരോട് പറയുകയാണ്, തെറ്റായ വഴിയിലൂടെയാണ് സഭ പോകുന്നത്, തെറ്റുകാർക്കൊപ്പമാണ് സഭ നിൽക്കുന്നത് എന്ന്. ആ സംരക്ഷക വേഷം കൂടി അഴിച്ചു വെച്ചാൽ മാത്രമേ അങ്ങ് പറയുന്ന അർത്ഥത്തിൽ പൂർണ്ണമായുള്ള ആദരവ് സഭയ്ക്ക് കിട്ടൂ. ഫാദർ പോൾ തേലക്കാട്ട്. തീർച്ചയായും ഞാൻ പറയുന്നു, കൃത്യമായും ഇതിനകത്ത് ഗൂഢാലോചനയിൽ സഭ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സഭയിലും അതിൻ്റെ അധികാരം ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇല്ലെങ്കിൽ ജസ്മി പറയുന്ന പോലെ എല്ലാത്തിൻ്റെ പ്രതിസ്ഥാനത്ത് സഭയെ നിർത്താനുള്ള മുൻവിധിയൊന്നും എനിക്കില്ല. ശരി, അങ്ങനെയെങ്കിൽ ലളിതമായൊരു ചോദ്യം. നിങ്ങളിത് പോലീസിനോട് പറഞ്ഞില്ല, നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. ശരി, പോലീസിനോട് പറയുക അല്ലെങ്കിൽ പോലീസ് അറിയുക ഒക്കെ ചെയ്ത് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ഒരു പട്ടിക തന്നെ ഉണ്ടല്ലോ. അങ്ങ് ഈ പറയുന്ന 9033 പേരെ വെച്ച് നോക്കുമ്പോൾ ഏറിയാൽ 10 പേർ വരുന്ന ഈ കുറ്റവാളികൾ തുലോം പരിമിതമാണ്. എങ്കിൽ പോലും ആ വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ നടപടിയെടുത്തിട്ടുണ്ട്? എൻ്റെ ചോദ്യം, എല്ലാ രൂപതയിലും ഒരു ജുഡീഷ്യൽ വികാരി അടങ്ങുന്ന സമിതിയില്ലേ? അന്വേഷണം നടത്തി ആ വിഷയത്തിൽ ബോധ്യം വന്നു കഴിഞ്ഞാൽ നടപടി എടുക്കുക എന്ന സഭാ നിയമം പാലിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം കൃത്യനിർവഹണം നിങ്ങൾ മാതൃകാപരമായി പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരേപോലെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളത് അത് വത്തിക്കാനിലേക്ക് അറിയിക്കുക, ഒപ്പം പോലീസിലേക്ക് അറിയിക്കുകയും ചെയ്യുക എന്നതാണ്. അത്തരം എത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്? വേണുവിൻ്റെ ഇപ്പോഴത്തെ ചോദ്യം വളരെ പ്രസക്തമായ കാര്യഗൗരവമുള്ള ചോദ്യമാണ്.
അത് തീർച്ചയായിട്ടും സഭയുടെ അധികാരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അങ്ങനെ കുറ്റമുണ്ടായാൽ കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം പോലീസിൽ അറിയിക്കേണ്ടതും വറ്റിക്കാനിൽ രേഖാമൂലം അറിയിക്കേണ്ടതുമാണ്. അങ്ങനെ അറിയിച്ച കേസുകൾ ധാരാളം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നടപടി ഉണ്ടായിട്ടുണ്ട്. ഒന്നും സഭ ചെയ്യുന്നില്ല എന്ന് പറയും തെറ്റാണ്. ചിലപ്പോൾ ഒരു കാര്യം അറിയുന്നതിൽ വൈകിപ്പോയാൽ ഉണ്ടാകുന്ന പരാധീനതകളുണ്ടാകാം. അത് കുറ്റകരമായ പരാധീനതയാണെന്ന് പറയാൻ ഞാൻ ആളല്ല. എന്റെ ചോദ്യം, പോലീസിലും അറിയിക്കാൻ ഉത്തരവാദിത്തമുണ്ടല്ലോ ഫാദർ ഈ സഭാ നിയമപ്രകാരം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യമാണെങ്കിൽ പോലീസ് അറിയാൻ ഉത്തരവാദിത്തമുണ്ട്. അല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. വത്തിക്കാനിൽ അറിയിച്ച കാര്യം പറഞ്ഞല്ലോ, പോലീസിൽ അറിയിച്ച ഏതെങ്കിലും ഒരു കാര്യം അങ്ങേക്ക് ചൂണ്ടിക്കാട്ടാമോ? തീർച്ചയായിട്ടും അറിയിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കൊണ്ടാവില്ല. അത് കൃത്യമായ ആ വിധത്തിലുള്ള വിവരം ഇരിക്കുന്നത് വളരെ രഹസ്യമായി നടക്കുന്ന കാര്യങ്ങളാണ്. അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കൊണ്ട് കഴിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു ചെറിയ സംശയം. 2009 തൃശ്ശൂർ തൈക്കാട്ടുശ്ശേരിയിൽ സെന്റ് പോൾ ചർച്ച് വികാരി ഫാദർ രാജു കൊക്കൻ 9 വയസ്സുകാരിയെ കുർബാനയ്ക്ക് അണിയാൻ പുത്തനുടുപ്പ് നൽകാമെന്ന് പറഞ്ഞ് വശീകരിച്ചു കൊണ്ടുപോയി ഉപദ്രവിക്കുകയാണ് ചെയ്തത്. 9 വയസ്സുകാരിയെ ശിക്ഷിക്കപ്പെടുകയുണ്ടായി അദ്ദേഹം. സഭാ കോടതി ഇതുവരെ നടപടിയെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അങ്ങേക്ക് വേഗം പരിശോധിച്ച് മറുപടി പറയാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന്. ആ പരിമിതി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങ് കാടടച്ചങ്ങ് പറയുകയാണ് ചില കാര്യങ്ങൾ എനിക്കറിയില്ല, ചില കാര്യങ്ങളിൽ നടപടി ഉണ്ടായിട്ടുണ്ടെന്ന്. കൃത്യമായി ക്രിമിനൽ നിയമവ്യവസ്ഥയിലൂടെ കുറ്റവാളി എന്ന് സ്ഥാപിക്കപ്പെട്ട കോടതി ശിക്ഷിച്ച ഒരാളുടെ കാര്യത്തിൽ സഭാ കോടതി ഇതുവരെ നടപടിയെടുത്തിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഫാദർ രാജു കൊക്കൻ. മറുപടി ഉണ്ടോ ഫാദർ പോൾ തേലക്കാട്ട്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുറ്റകൃത്യം ഏർപ്പെടേണ്ടത് തീർച്ചയായിട്ടും ശിക്ഷിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. ഒരു കാര്യം കൂടി അങ്ങ് പറയുകയുണ്ടായല്ലോ, ഇവിടെ ഇപ്പോൾ മേലാവിലുള്ളവർ അറിഞ്ഞിട്ടില്ല എങ്കിലും ഈ ക്രിസ്തുരാജ എന്ന് പറയുന്ന ആശുപത്രിയിൽ പ്രസവം നടന്നുവെങ്കിൽ അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ അതിലെ ഉത്തരവാദപ്പെട്ടവർ പാലിച്ചോ ഇല്ലയോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന്. വൈത്തിരിയിലേക്ക് പിഞ്ചോമനെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന്. എങ്കിൽ അങ്ങയോടുള്ള എൻ്റെ ചോദ്യം, ഇതിപ്പോൾ റോബിനെതിരെ ചുമത്തിയിരിക്കുന്നത് പല കുറ്റങ്ങളിൽ പോക്സോയും കൂടിയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഇത് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സഭയുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പോഴായിരുന്നു അത്? എറണാകുളത്ത് പുത്തൻവേലിക്കരയിൽ ലൂർദ് മാതാ ഇടവകപ്പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ എഡ്വിൻ ഫിഗരിസ് പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടിയെ പരിശോധിച്ച വനിതാ ഡോക്ടർ അജിത എന്നാണ് ഞാൻ അവരുടെ പേരായി മനസ്സിലാക്കുന്നത്. അവർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരുന്നു. വിചാരണ കോടതി താക്കീത് ചെയ്ത് അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഈ ക്രിസ്തുരാജ ആശുപത്രിക്കെതിരെ, ഈ വൈത്തിരിയിലെ കന്യാസ്ത്രീ മഠത്തിനെതിരെ ഇതേ നിയമപ്രകാരം ശിക്ഷാ അർഹമായ കുറ്റങ്ങൾ ചുമത്തണോ വേണ്ടയോ ഫാദർ പോൾ തേലക്കാട്ട്? തീർച്ചയായും അത് തീരുമാനിക്കേണ്ടത് ഞാനോ റേണു അല്ല. അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചതിന് ശേഷം നടത്തേണ്ട നടപടിയാണ്. അങ്ങേക്ക് എന്താണ് അഭിപ്രായം? ഇങ്ങനെ പ്രാഥമികമായ ഒരു പരിശോധനയിൽ അങ്ങേക്ക് പോലും തോന്നുന്നു അവിടെ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അവിടെ നടപടിക്രമങ്ങൾ പാലിക്കാതെ പോയിട്ടുണ്ട് എന്ന് എങ്കിൽ, ആ സന്ദേഹമുണ്ടെങ്കിൽ ആ സന്ദേഹത്തിന്റെ തലത്തിൽ നിന്ന് മാത്രം പറഞ്ഞാൽ മതി, ഇതിലെ അന്തിമ വാക്കായി പറയണ്ട. അങ്ങനെയെങ്കിൽ ഈ നിയമ നടപടി തീർച്ചയായിട്ടും ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളാണ്, അത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും കുറ്റാരോപണത്തിൽ വിധേയമാക്കപ്പെടുകയും ചെയ്യേണ്ടവരാണ്. സിസ്റ്റർ ജസ്മി, ഈ തുറന്ന മനസ്സ് ഈ പുതിയ കാലത്തും സാഹചര്യത്തിലും കത്തോലിക്ക സഭ പുലർത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ജോമോൻ തന്നെ പറയുകയുണ്ടായി, സഭ അഭയ കേസിനെ നേരിട്ട വിധത്തിലല്ല ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത്, അതിനെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. എന്തെങ്കിലും ഒരു താരതമ്യത്തിലൊരു സമീപന വ്യത്യാസം താങ്കൾ കാണുന്നുണ്ടോ ജസ്മി? ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കത്തോലിക്ക സഭയുടെ ശത്രുവല്ല. അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കരുത്. കത്തോലിക്ക സഭ നവീകരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. ഫാദർ പോൾ തേലക്കാട്ട് വിശുദ്ധനായൊരു വൈദികനാണെന്ന് എവിടെയും എപ്പോഴും പറയാനും ഞാൻ തയ്യാറാണ്.
അപ്പോൾ ഞാനും ഒരു കത്തോലിക്ക വിശ്വാസമുള്ള കുടുംബത്തിൽ ജനിച്ച് വളർന്നവളാണ്. അപ്പോൾ അക്കാര്യം പലരും അതിങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ 28 കൊല്ലം കത്തോലിക്ക വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കുകയും അവരെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തവളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഈ അഭയ കേസും ഈ തരം കേസുകളും തമ്മിൽ ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇവിടെയൊക്കെ വൈദികരുടെ ലൈംഗിക അതിക്രമങ്ങൾ അല്ലെങ്കിൽ വൈകൃതങ്ങൾ ഇവയാണ് ഇതിലേക്കൊക്കെ നയിച്ചതെന്ന് ഒരുവിധം ബുദ്ധിയും ബോധവും ഉള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ജോമൻ പുത്തമ്പുരയ്ക്കൽ അതിന് ഉത്തരം പറയും. അദ്ദേഹത്തിന് അത് വ്യക്തമായി അറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ വൈദികർ ഇങ്ങനെ ആകരുത്. എൻ്റെ മനസ്സിൽ ഇന്ന് ചർച്ചയ്ക്ക് വരുമ്പോൾ ഉണ്ടായത്, ഇനി ഇത്തരമൊരു ചർച്ചയ്ക്ക് ഞാൻ വരേണ്ട ഗതികേട് വരല്ലേ ദൈവമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാരണം നവീകരിക്കപ്പെടണം. ഞാനൊരു പ്രവാചക ദൗത്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു അച്ഛന്മാരെ കുറ്റം പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല. എൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ച അച്ഛനോടും ഞാൻ പറഞ്ഞു, അച്ഛൻ രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അച്ഛൻ മെൻ്റലാകരുത്. അപ്പോൾ 4 പേരെ മെൻ്റലാക്കിയെന്നൊക്കെ കേട്ടപ്പോൾ, അപ്പോൾ നല്ല അച്ഛന്മാരാണ് ഇവിടെ വീർപ്പ് മുട്ടുന്നത്. വിശുദ്ധ വൈദികരുള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കാടടച്ച് തിരുസഭയെ കുറ്റം പറഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനതിന് വാട്സാപ്പിൽ കൊടുത്ത ഉത്തരം, നമുക്ക് വൈദികർ വിശുദ്ധരായിരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം. വിശുദ്ധിയിൽ നിന്ന് തെറ്റിപ്പോകുന്നവരെ സഭ മാറ്റണം. ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി ഈ ദൈവത്തിൻ്റെ ആലയം മാറ്റിയെന്ന് ഈശോ ചാട്ടവാറടിച്ചുകൊണ്ട് പറഞ്ഞ ആ സങ്കടം ഇപ്പോഴും ഈശോയ്ക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഭയം. അപ്പോൾ അത് വരരുത്. ഇത് മാറ്റം വരണം. വിശുദ്ധർ മതി ഇവിടെ. അല്ലാത്തവർ പുറത്തു പോകട്ടെ, അവർ വിവാഹിതരാകട്ടെ, അവരുടേതായ ജീവിതം, കുടുംബജീവിതം നയിക്കട്ടെ. ഇതിൽ എണ്ണം കൂട്ടി ക്വാണ്ടിറ്റി കൂട്ടി വോട്ട് ബാങ്ക് ആക്കിയിട്ട് ഇത്തരം കള്ളന്മാരെയും ക്രിമിനൽമാരെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് അവരൊന്നും പുറത്തു പോകാതിരിക്കാൻ എന്തൊക്കെ വഴി ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം. ഞാൻ ദുഃഖത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഇടപെടുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാതൃകയിൽ കേരള പൗരോഹിത്യവും മാപ്പ് പറയണോ? ഇടവേളയ്ക്ക് ശേഷം.